സി റജി, ഇന്നലെ ഇതേ സമയത്ത് ഇതേ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ പ്രകടിപ്പിച്ച ഒരു താങ്കളുടെ കോൺഗ്രസിനെ കുറിച്ചുള്ള ചില ആവലാതികൾ, ചില വിഷമതകൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ധാർമ്മികതയുള്ള പാർട്ടിയാണ്, ചിലർക്കെങ്കിലും ഈ പാർട്ടിയിലുള്ള ചിലരെങ്കിലും നല്ലവരായിട്ടുണ്ട്, ചിലർ നല്ലവരല്ലാതെ ആയിട്ടുള്ളവരുമുണ്ടെന്ന് താങ്കൾ ഇന്നലെ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ജോസ് നല്ലേടം എന്ന് പറയുന്ന വയനാട്ടിലെ ആത്മഹത്യ ചെയ്ത ആ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീഡിയോ, ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ചിത്രീകരിച്ച ആ വീഡിയോ പുറത്തു വന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് തന്നെയും തൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയത്, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. 50 ലക്ഷം കടക്കാരനായിരുന്നു ഞാൻ, എന്നെക്കുറിച്ചാണ് അപഖ്യാതികൾ അപകീർത്തികരമായ പ്രചാരണം നടത്തിയത്. പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല ഈ സമൂഹത്തിൽ, ജീവൻ ഒടുക്കുകയാണെന്നാണ് പറഞ്ഞത്. താങ്കൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിനെതിരെയാണ്. താങ്കളുടെ കൂടി പാർട്ടിയുടെ ഒരു സഹപ്രവർത്തകൻ വയനാട്ടിലെ 5 പേരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ അവിടെ ആത്മഹത്യ ചെയ്തത്. അതിൽ പലരുടെയും പേര് നമുക്കറിയാം, എല്ലാവരെയും അറിയാം, എങ്ങനെയാണ് മരിച്ചതെന്ന്. കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ച ജോൺ അടക്കമുള്ളവരുണ്ട്. എങ്ങനെയാണ് ഈ പാർട്ടിയെ, ഈ തുടക്കത്തിൽ ഞാൻ ചോദിച്ചതുപോലെ പാർട്ടി പ്രവർത്തകർ തന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിയെ? കോൺഗ്രസ് എന്ന പാർട്ടിയെ നമ്മൾ അതിനെതിരെ ഒരു വിമർശന ശരം ഉന്നയിക്കുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു വലിയ ധാരാളം ഒട്ടനവധി ആളുകൾ ചേരുന്ന ഒരു സംഘടനയാണ്. കോടിക്കണക്കിന് ആളുകളാണ് ഈ സംഘടനയ്ക്ക് ജീവൻ നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ വിവിധ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരുണ്ടാകും. അതിൽ ഏതെങ്കിലും 1-2 വിഷയങ്ങൾ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തെ കരിവാരി തേക്കുവാനുള്ള നീക്കങ്ങൾക്ക് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അത് എല്ലാ പാർട്ടിയിലും സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ ഫലപ്രദമായി തടയുക, അതിനനുസരിച്ച് ആർജവത്തോടെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ആർജവമുള്ള ഒരു നേതൃത്വത്തിൻ്റെ നടപടിയും നിലപാടും അത്തരത്തിലാണ് സ്വീകരിക്കേണ്ടതും. ഇത് കോൺഗ്രസിനെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നാം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം അടുത്ത വർഷം ആദ്യം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള വലിയ ശക്തമായ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ചില പ്രാദേശിക വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എല്ലാം മോശമാണ്, അതിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടിയാണോ, മോശപ്പെട്ട പാർട്ടിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പ്രാദേശിക വിഷയത്തെ വളരെ വലുതാക്കി കാട്ടുന്നു എന്നുള്ളത് ആണ് ഒരു ഘട്ടത്തിലുള്ളത്. ഇവിടെ ഇന്നലെ തന്നെ നമ്മൾ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പാർട്ടി ശക്തമായ നിലപാടെടുത്തു. ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ 5 എണ്ണിക്കൊണ്ട് ഏതാണ്ട് 5 തരത്തിൽ ആ കുടുംബത്തെ സഹായിക്കുവാൻ പാർട്ടി കൂടെ നിന്നു. അതൊന്നും നമ്മൾ വിസ്മരിക്കരുത്. കാരണം പാർട്ടിയോടൊപ്പം, കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച NM വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ശേഷം ആ ഫാമിലിയെ സഹായിക്കുവാൻ, ആ ഫാമിലിയോടൊപ്പം, ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് തയ്യാറായി എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. ഏതാണ്ട് 5 തരത്തിലുള്ള സഹായം ആണ് ഈ പാർട്ടി ആ കുടുംബത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. നമ്മൾ നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ടത് പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ആ കുടുംബത്തെ അതിജീവനത്തിലേക്ക് നയിക്കുവാനും അവർക്ക് ലൈവ്ലിഹുഡ് നടത്തുവാനും ഉള്ള ധനസഹായം നൽകുവാനും അതുപോലെ ബാങ്കിലെ ലോൺ തുക അത് അടച്ചു തീർത്തുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുവാനും ഏതാണ്ട് 60 ലക്ഷത്തിലധികം വരുന്ന ഒരു ആധാരം ബത്തേരി ബാങ്കിലുള്ളത് അത് എടുത്തു നൽകുന്നതിന്, ആ കടം വീട്ടുന്ന ബാധ്യത പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിധത്തിലും കോൺഗ്രസിനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച NM വിജയൻ എന്ന വയനാട്ടിലെ നേതാവിനെ പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും സംരക്ഷിക്കും. ഇനിയും സംരക്ഷിക്കും. താങ്കൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നിയത് NM വിജയന്റെ കുടുംബത്തെ പാർട്ടി, കോൺഗ്രസ് സംരക്ഷിച്ചു കഴിഞ്ഞു. 60 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുള്ളൂ, 60 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തു. ഇന്നലെ എന്തിനാണ് പത്മജ NM വിജയന്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? എഴുതി വെച്ചത് എന്തിനാണ്? കൊലയാളി കോൺഗ്രസേ, നിനക്കൊരു ഇര കൂടി എന്ന് എഴുതി വെച്ചത് എന്തിനാണ് ശ്രീരജി?
ഈ എഴുതി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ അത് പരസ്പരമായിട്ടുള്ള ഒരു ധാരണയാണ് അതിലുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ധാരണ പ്രകാരം ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ കുടുംബത്തിൻ്റെ ലൈവ്ലിഹുഡായി 10 ലക്ഷവും വെച്ച് 20 ലക്ഷം നൽകുന്നു. അതുപോലെ ഏതാണ് ഒരു ബാങ്കിൽ, അതായത് അഹല്യ എന്ന് പറയുന്ന ബാങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു 20 ലക്ഷത്തിൻ്റെ കടബാധ്യത, അതിലെ ആ കുടുംബം അടച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക, അങ്ങനെ ആ 40 ലക്ഷവും ഏതാണ്ട് ക്ലിയർ ചെയ്തു. ആ ആശ്വാസ ധനസഹായമായി ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി അതിന് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകി. അതിനുശേഷമാണ് താങ്കൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ നേതൃത്വം താങ്കളെ ധരിപ്പിച്ചത് തെറ്റാണ്. 60 ലക്ഷം രൂപയല്ല കുടുംബത്തിന്റെ ബാധ്യത, 2,60,00,000 2,60,00,000 എങ്ങനെയാണ് വന്നത്? 45 ഉദ്യോഗാർത്ഥികൾ, അവരിൽ നിന്ന് താങ്കളുടെ പാർട്ടി IC ബാലകൃഷ്ണന് ND അപ്പച്ചൻ അടക്കമുള്ളവരുടെ നിർദ്ദേശത്തെ തുടർന്ന് വാങ്ങിയ തുകയാണ്. അവർക്ക് ജോലി കിട്ടാതായപ്പോൾ തിരികെ കൊടുക്കേണ്ടി വന്ന തുകയാണ്. ആ 2 കോടിയുടെ കണക്കെവിടെ? ആ പൈസ ആര് കൊടുക്കും? നോക്കൂ, അത് സംബന്ധിച്ച് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ആ അന്വേഷണ കമ്മീഷൻ അത് സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് പാർട്ടിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ രഞ്ജി, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. പക്ഷേ അല്പം സാവകാശമുണ്ട്. പാർട്ടി അന്വേഷണം നടത്തുന്നുണ്ട്. പാർട്ടി അന്വേഷണം നടത്തി കഴിയുമ്പോഴേക്ക് ഇന്നലെ ആ കുടുംബം പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലെ ആ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ നിങ്ങളുടെ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സാധാരണ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.